ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കുറേ ഇടവേളയ്ക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ. ഒരു ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയാം. എന്നും ഇതുപോലെയൊന്നുമല്ല, ഇന്നൊരു വീക്ക് ഓഫ് ഡേ ആണ്. അതുപോലെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് ഇന്നേക്ക് ഒരു 4 ദിവസമായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് പനിയും അതുപോലെ ജലദോഷം എന്ന് പറയാൻ പറ്റില്ല, പനിയും ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലായിട്ട് നടക്കുകയായിരുന്നു. ഇപ്പോഴാണെല്ലാം ഓക്കെ ആയി. ഇനി നാളെ മുതൽ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇന്നൊരു വീക്ക് ഓഫ് ആയിരുന്നു. ഞാൻ മാത്രമുള്ള റൂമിൽ ഹൃദ്യ ഡ്യൂട്ടിക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീക്ക് ഓഫുള്ള ദിവസമാണ് നമ്മൾ റൂമെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറുതെയായി റൂമെല്ലാം ക്ലീൻ ചെയ്യാം കേട്ടോ. ഞാൻ എണീച്ചപ്പോൾ തന്നെ ലേറ്റ് ആയായിരുന്നു. ഇപ്പോൾ റൂമെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൂക്കണം, തുടയ്ക്കണം. അതുപോലെ നമ്മൾ ഒരു വീക്കെൻഡ് വരെ നമ്മൾ വലിച്ചു വാരിയിരുന്ന സാധനങ്ങൾ അതെല്ലാം ഒരേ സ്ഥലത്ത് എടുത്ത് വെക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഷടപടേന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് വീണ്ടും റെസ്റ്റ് എടുക്കാൻ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ഡിഗ്രിക്കുള്ള ഫോട്ടോയും അതുപോലെ കുഞ്ഞ് സ്റ്റിക്കേഴ്സൊക്കെ അതിൽ ഇവിടെ ഇങ്ങനെ റൂമിലുണ്ട്. അപ്പോൾ ആ സംഭവമൊക്കെ ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടലീൻ്റെ അടിയിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് തൂത്ത് തുടയ്ക്കാൻ നിൽക്കുന്ന തത്രപ്പാടിലാണ്. മഴയും ഉണ്ട്, അതിനനുസരിച്ച് മഴയത്ത് അലക്കാനും പോകാൻ പറ്റില്ല. ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ. തൂത്ത് തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴ മാറുന്നേ ഇല്ല. ഞാൻ ഇനി എന്ത് ചെയ്യും കർത്താവേ? മഴ പോയാലേ ബാക്കി തുണിയും കൂടി അലക്കി കഴിഞ്ഞ് കുളിച്ചാലാണ് കുറച്ച് സമാധാനമാവുക. ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിലൊക്കെ പോയി മഴയും പ്രകൃതി രമണയെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്നുള്ള പരിപാടിയിലായിരുന്നു ഞാനിങ്ങനെ. അങ്ങനെ മഴ പെയ്യല്ല. അപ്പോൾ ഞാൻ പോയി വേഗം പല്ലേച്ചിട്ട് വരാണ്ട് പല്ലേക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് വേഗം തുടയ്ക്കാൻ റൂമൊന്ന് ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് തുണി അലക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഞാൻ തറയിൽ ഒഴിച്ചേട്ടത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ തുടച്ചത്. റൂമൊന്ന് തുടച്ച് വെച്ചേ. എന്തായാലും സാമ്പ്രാണി അല്ലെങ്കിൽ ചന്ദനത്തിരി കൊളുത്തും റൂം ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുത്തി വെച്ചതാണ്. പിന്നെ അതൊക്കെ തുടച്ച് കഴിഞ്ഞ് പിന്നെ പോയി വേഗം അലക്കാൻ. മഴയിൽ തന്നെ വേഗം പോയി അലക്കി. മഴ കൊണ്ടില്ല, എന്നാലും വേഗം അലക്കി കയറി വന്നു. തുണി പിന്നെ വിരിക്കാൻ പോയത് കുളി കഴിഞ്ഞിട്ടാണ് വിരിക്കാൻ പോയത്. അതുവരെ കംഫർട്ടിൽ മുക്കി വെച്ചു. പിന്നെ വിചാരിച്ചു ഞാൻ എന്നും സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല, വല്ലപ്പോഴൊക്കെ സ്കിൻ കെയർ ചെയ്യത്തുള്ളൂ. വീക്ക് ഓഫ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രം സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സ്കിൻ കെയർ ആവാം. വേറെ ഒന്നുമല്ല, അതിൽ കടലമാവും കസ്തൂരി മഞ്ഞൾ പ്രോസാട്ടും കൂടി പിന്നെ യൂസ് ചെയ്തിട്ടാണ് മുഖത്തേക്ക് ഓയിൽ. അതാണ് ഞാൻ ചെയ്യുന്നത്. സ്കിൻ കെയർ എന്ന് പറയുന്ന സംഭവം ഫേസിൽ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, അതൊക്കെ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്ന തുണിയെല്ലാം എടുത്തുകൊണ്ടെന്ന് അതെല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുളിയാണ്. പനിയൊക്കെ ആയതുകൊണ്ട് നേരെ കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല. നേരെ മേലൊക്കെ തേച്ചൊരച്ച് കുളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പിന്നെ അത് കുളിക്കാൻ കൂടി ചെയ്യാം. പിന്നെ എൻ്റെ എന്തൊക്കെയൊക്കെയോ പട്ടിഷൊക്കെ ഞാൻ ഇന്ന് കളിക്കുന്നുണ്ട്. എന്തൊക്കെയൊക്കെയോ ഡാൻസൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. അഹങ്കാരമാണിത്. 2 സ്റ്റെപ്പ് ഞാൻ പഠിച്ചതിൻ്റെ അഹങ്കാരമാണ് എനിക്കത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ ഡാൻസൊക്കെ കളിക്കുമ്പോൾ എനിക്ക് കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് കാണുമ്പോൾ ചിരിയൊക്കെ വരുന്നു. പിന്നെ വേഗം പോയി ഷടപടി കൊണ്ട് കുളിച്ച് വന്ന് ഞാൻ കുളിച്ച് വന്ന് മുട്ടയൊക്കെ ഉണക്കി മുട്ടയൊക്കെ വേഗം ഷടപടി കൊണ്ട് വേഗം എല്ലാം ഉണക്കി. എല്ലാം ഷടപടിയാണ് കേട്ടോ. വേഗം പിന്നെ സ്കിൻ കെയർ വീണ്ടും സ്കിന്നിലേക്ക് അലോവേറ ജെല്ലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന. അപ്പോൾ അലോവേറ ജെല്ലാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുളിച്ച സ്ഥിതിക്ക് പൊട്ടും ചന്ദനമൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ചന്ദനം വേറെ ഇടുന്നില്ല, കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൽ പോയപ്പോൾ ചന്ദനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചന്ദനമാണ് തൊടുന്നത്. അത് കഴിഞ്ഞ് വേഗം ഒന്നുകൂടി മുടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ റൂം ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നല്ലെങ്കിൽ ചന്ദനത്തിരി അല്ലെങ്കിൽ സാമ്പ്രാണിയാണ് കൊളുത്തി വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ രാവിലെ അല്ല, അപ്പോൾ ചെറിയ ചന്ദനത്തിരി കൊളുത്തി വയ്ക്കാം. വൈകുന്നേരം ആകുമ്പോൾ സാമ്പ്രാണി കൊളുത്തി കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം. ഒരു അമ്പലത്തിലൊക്കെ പോയ വൈബായിരിക്കും കേട്ടോ കിട്ടുന്നത്. പിന്നെ വേഗം തുണിയൊക്കെ വിരിച്ച് ഞാൻ വന്നിട്ടുണ്ട്. തുണി വിരിച്ച് തോർത്ത് എപ്പോഴും ഞാൻ ട്രോളിയുടെ മേലെ തന്നെയാട്ടോ വെക്കാറ്. അപ്പോൾ അതങ്ങനെ വെച്ച് പിന്നെ കുളിക്കാൻ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
എല്ലാം മടക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ആൾക്കാർ വന്നിട്ടുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. പിന്നെ രാവിലത്തെ ഫുഡടി കുറച്ച് അധികം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങി എണീച്ചപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് റൂമെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ കഴിക്കാതിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നേ. അപ്പോൾ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഫുഡ് എന്തായിരുന്നു? വെള്ളയപ്പം ചെറുപയർ കറിയായിരുന്നു കേട്ടോ. നമ്മൾ റൂമിലുണ്ടാക്കിയതെന്നല്ല, നമുക്കൊരു ഇക്ക കൊണ്ടുവന്ന് തരുന്നതാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പെരുന്നാളിന് ഫുഡ് കഴിക്കാൻ പോയ വീഡിയോയിൽ വിളിക്കാവുന്ന ഇക്കയാണ് കേട്ടോ. അത് ഇക്കയാണ് ഞങ്ങൾക്ക് ഫുഡ് എത്തിച്ച് തരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫുഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ. ഫുഡ് കഴിച്ച് വേഗം പിന്നൊന്ന് ഞാൻ റൂമെല്ലാം വൃത്തിയാക്കിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അടുക്കിപ്പറക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും വീണ്ടും തലകുത്തനെ ആവും. വീണ്ടും നമ്മളതെല്ലാം വീണ്ടും അടുക്കിപ്പറക്കി വയ്ക്കും. ഇപ്പം ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല. ഓക്കെ ബായ്. എന്നാൽ ഞാൻ പോയി വിശ്രമിച്ച് കിടന്നുറങ്ങട്ടെ.